അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൻ്റെ സുഖമില്ലാത്ത മകളെ അറബി തല്ലിച്ചതച്ചു. അജ്മലിനെ ഒരുപാട് തല്ലി പുറത്താക്കി. സത്യം പറഞ്ഞാൽ അറബിക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഒരു നിമിഷം അയാളല്ലാതെയായി മാറിയിരുന്നു. അത് എന്തോ ഒരു ഭ്രാന്ത് എനിക്ക് കയറി വന്നു. എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. കുറ്റബോധം തോന്നിപ്പോയി. പൊട്ടിക്കരഞ്ഞു. നേരെ ഹംദയുടെ അടുത്ത് പോയി ആശ്വസിപ്പിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അജ്മലിനെ തിരിച്ചു വിളിച്ചാലോ? ഹേയ് വേണ്ട. എനിക്ക് എന്താണ് പറ്റിയത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കൊന്നും അറിയുന്നില്ല. തൻ്റെ കൂട്ടുകാരനായ ഡോക്ടറുടെ അരികിലേക്ക് അപ്പോൾ തന്നെ അതാ അറബി പോവുകയാണ്. വിഷമിച്ചു വന്ന കൂട്ടുകാരനെ കണ്ട് അറബി ചോദിച്ചു, അല്ല എന്തുപറ്റി ഈ വഴിക്കൊന്നിപ്പോ? അതെ ഡോക്ടറെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്, ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാൻ എനിക്കറിയുന്നില്ല. ഞാൻ ഏതോ ഒരു നിമിഷത്തിൽ എന്താ നിങ്ങൾ പറയുന്നത്? പറയോ? എൻ്റെ മാനസിക നില ആകെ തെറ്റിപ്പോയ പോലെ എൻ്റെ മോളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു. എന്തു പറ്റി? നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും? അതെ, എൻ്റെ മകൾ ഗർഭിണിയാണ്. അവൾ അറിയാതെ എന്തോ തെറ്റിൽ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടു. ഡോക്ടറെ, ഞാൻ എന്ത് ചെയ്യും? മോൾക്ക് വേറെന്തെങ്കിലും പ്രശ്നം? മോൾക്ക് അതെ, ചെറിയ മാനസികമായി തകർന്നു പോയിരുന്നു. കാലുകൾ തളർന്നിരിക്കുന്നു. എൻ്റെ മകളുടെ കാര്യത്തിൽ എനിക്കിനി ആരോടൊന്നും പറയാനില്ല. അതെ, അവളെ പരിപാലിച്ചിരുന്നത് ഒരു സൈക്കാട്രിസ്റ്റും ഒരു മാഷും കൂടിയായ അദ്ദേഹമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വരെ ഞാൻ അട്ടിയോടിച്ചു. എനിക്ക് അതേ വഴിയുണ്ടായിരുന്നുള്ളൂ. ഡോക്ടറെ, എനിക്കെൻ്റെ വീട്ടിലേക്ക് വരെ പോകാൻ തോന്നുന്നില്ല. ഞാൻ അത്രക്കും വലിയ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു. എനിക്കിനി. അറബി ശരിക്കും സങ്കടപ്പെടുകയാണ്. ഡോക്ടർ ചോദിക്കുന്നു, അല്ല നിനക്ക് നിൻ്റെ മകൾ തെറ്റ് ചെയ്തതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് എൻ്റെ ഭാര്യയാണ് അതെല്ലാം പറഞ്ഞത്. ഭാര്യ? ആ ഓക്കെ, നിൻ്റെ രണ്ടാം ഭാര്യ അല്ലേ? ആദ്യത്തെ ഭാര്യ ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞു. രണ്ടാം ഭാര്യ അല്ലേ? നീ അതല്ലേ പറയുന്നത്? അതെ. ഭാര്യയെ ഒന്ന് വിളിപ്പിച്ചാൽ അവളൊന്നും വരില്ല. എന്നാൽ ഞാൻ എൻ്റെ ലേഡി ഡോക്ടറെ ഒന്ന് വിടാം. അവളുടെ കാര്യങ്ങൾ, വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഡോക്ടർ തൻ്റെ സ്റ്റാഫുകളായ 2 ലേഡി ഡോക്ടർമാരെ വിടാൻ വേണ്ടി ശ്രമിക്കുന്നു. അതെ, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മകളെ ഒന്ന് ചെക്ക് ചെയ്യണം. അവൾക്ക് കാലുകളൊക്കെ കുഴഞ്ഞ രീതിയിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ കുട്ടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണ് കുട്ടിയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അങ്ങനെ അതാ അറബിയുടെ വാഹനത്തിൽ അവർ വരുന്നു. നേരെ ഹംദയുടെ റൂമിലേക്കാണ് അവർ പ്രവേശിക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. ഇവരെ കണ്ടപ്പോൾ ശരിക്കും രണ്ടാനമ്മ ചോദിച്ചു, ആരാണത്? ഡോക്ടേഴ്സാണ്. എന്തിനാ അവരെ കൊണ്ടുവന്നത്? ഹംദയെ പരിപാലിക്കാൻ, അവളെ ശുശ്രൂഷിക്കാൻ, അവളുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ എന്താണെന്ന് അറിയാൻ. എന്നാൽ അറബിച്ച് അത് എതിർക്കുകയായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ? എൻ്റെ മകളുടെ കാര്യങ്ങൾ അതെന്നോട് അനുവാദമില്ലാതെ ചോദിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഡോക്ടർമാരോട് അറബിച്ച് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും ഡോക്ടർമാർ ഞെട്ടിപ്പോയി. മേഡം, നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളുടെ ഇവിടുത്തെ അറബി വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഒരു സുഖമില്ലാത്ത മകളുണ്ടല്ലോ, ആ മകളെ ഒന്ന് അവളെ ഒന്ന് ജസ്റ്റ് നോക്കുവാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതെ, ഇപ്പോൾ അവൾക്ക് സുഖമില്ലാത്ത കിടപ്പാണ്. അവൾ ഉറങ്ങുകയായിരിക്കും. ദയവായി നിങ്ങൾ അവളെ ഉണർത്തരുത്. ഉണർന്നു കഴിഞ്ഞാൽ അവൾ വയലൻ്റ് ആകും. വയലൻ്റായാൽ നിങ്ങളെ എല്ലാം പിടിച്ച് അവൾ ശരിയാക്കും. വേണ്ടാത്തിന് നിൽക്കണ്ട, നിങ്ങൾ മടങ്ങി പോകുന്നതാണ് നല്ലത്. അറബിച്ചിയുടെ ആ ഒരു വാക്കുകൾ കേട്ട് അവർ അതിൽ നിന്ന് പിന്തിരിയുന്നു. വാ, നമുക്ക് എന്നാൽ തിരിച്ചു പോകാം. എന്നാൽ അറബി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല ഡോക്ടർമാർ എന്ത് തിരിച്ചു പോരുന്നത്? എൻ്റെ മകളെ കണ്ടില്ലേ? നിങ്ങളുടെ മകളെ പരിശോധിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് ചെക്കപ്പ് നടത്തുവാനോ ഒരു സ്ത്രീയുണ്ട് അവിടെ. അവൾ സമ്മതിക്കുന്നില്ല. കുട്ടിയുടെ ഉമ്മയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും അറബി ഞെട്ടിപ്പോയി. ഷക്കീല, ഉറക്കെ വിളിച്ചുകൊണ്ട് അറബി അങ്ങോട്ട് ചെന്നു. ഷക്കീല, നീ എന്താണ് ഡോക്ടേഴ്സിനെ തടഞ്ഞത്? നമ്മുടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി നോക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ദൂരം വെച്ച് ഇവിടെ എത്തിയത്. അതും എൻ്റെ സ്നേഹിതൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയച്ചത്. അല്ലാത്ത പക്ഷം ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് അവളെ താങ്ങി പിടിക്കാനൊന്നും കഴിയില്ല. അന്ന് അജ്മൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അജ്മലിനെ വരെ ആട്ടിവിട്ട രീതിയിലായി.
എന്താ നീ പറയുന്നത്? അത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക്. ആര് പറഞ്ഞു? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്ക് അന്വേഷിക്കൽ എൻ്റെ ബാധ്യതയാണ്. അതായത് അല്ലെങ്കിൽ ഞാനൊരു വലിയ കുറ്റക്കാരനായി മാറും. എൻ്റെ കുട്ടികളെ ഞാൻ പൊതിരെ തല്ലി രണ്ടുപേരെയും. ആവശ്യമില്ലാതെ ആണോ അതോ ആവശ്യമുണ്ട്? അതെ, നിങ്ങൾ തൽക്കാലം ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണ്ട. അവരെ പിരിച്ചു വിട്ടേക്കൂ. അവൾക്കതൊരു വിഷമാവും. ഒരിക്കൽ പോലും ഹംദ് മോളെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങളെന്തിനാ അവളെ പൊതിരെ തല്ലിയത്? അങ്ങനെ തല്ലാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിലും അവൾ എൻ്റെ മോളല്ലേ. ഹംദയുടെ ഭാഗം ചേർന്ന് അവളതാ കാര്യങ്ങൾ പറയുന്നു, അറബിയുടെ മനസ്സലിയിക്കാൻ വേണ്ടിയിട്ട്. അത് ഷക്കീല, അതൊക്കെ കാര്യം ശരി തന്നെയായിരിക്കും. പക്ഷേ അവളുടെ ആരോഗ്യസ്ഥിതി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂലേ? നീ എന്തേ പറയുന്നത്? എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവളെ എന്തെങ്കിലും മോളെ ഹംദ എന്ന് വിളിച്ചുകൊണ്ട് അറബി അതാ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. അതെ, പെൺകുട്ടികൾ മക്കളായാൽ പോലും വലിയ പെൺകുട്ടികൾ കിടക്കുന്ന റൂമിലേക്ക് അങ്ങനെ പിതാക്കന്മാർക്ക് ചെല്ലാൻ പാടില്ല. നീ എന്നെ പല തവണകളായി തടയുന്നുണ്ടത്. അവൾ എൻ്റെ മോളാണ്, എൻ്റെ മോളാണ് അവൾ. അതിപ്പോൾ എത്ര പ്രായമായി കഴിഞ്ഞാലും എൻ്റെ മോള് തന്നെയാണ് അവൾ. അറബിച്ചിയെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. മോളെ ഹംദ, 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 മോൾ ഉറങ്ങുകയാണോ? ഞാൻ പറഞ്ഞില്ലേ അവൾ ഉറങ്ങുകയാണെന്ന്. ഹംദ മോളെ, അവളെ അതാ കുലുക്കി വിളിക്കുന്നു. ഇല്ല, എൻ്റെ ഹംദ മോൾക്ക് എന്താ റബ്ബേ ബോധമില്ലേ? പഠിച്ചവന് ശ്വാസമില്ലേ? ഡോക്ടർ ഒന്ന് പെട്ടെന്ന് വന്നേ. ഡോക്ടേഴ്സ് ഓടി വന്നു. എന്ത് പറ്റിയത്? നിങ്ങൾ എന്തിനാ ഓടിപ്പോകുന്നത്? അവൾക്കൊന്നുമില്ല, അവൾ ഉറങ്ങാണ്. പെട്ടെന്ന് തന്നെ അതാ ഹംദയുടെ അരികിൽ ഡോക്ടേഴ്സ് എത്തുന്നു. അവർ വിശദമായി ഒന്ന് പരിശോധിക്കുന്നു. കുട്ടിക്ക് നന്നായിട്ട് എന്തൊരു ടെൻഷനോ എന്തോ വന്നിട്ട് ഹാർട്ട് ബീറ്റ് കൂടെ എന്തോ ചെയ്തിട്ട് ഒരു ഷോക്കായ അവസ്ഥയിലാണ് കുട്ടി നിൽക്കുന്നത്. അതായത് ബോധരഹിതയായ രീതിയിൽ. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇടുന്ന ഒട്ടും ശരിയല്ല. ഏത് സമയവും എന്തും സംഭവിക്കാം. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. പെട്ടെന്ന് തന്നെ ശ്വാസം കൊടുക്കണം. ഞങ്ങൾ കുട്ടിയെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട്. അല്ലാതെ ഞങ്ങൾ വേറെ ട്രീറ്റ്മെൻറ്റുള്ള ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്ന് ഹംദക്ക് ബോധരഹിതയായി വീണ ഹംദയെ അവരെല്ലാവരും കൂടി അതാ പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നു. അജ്മൽ ഒറ്റക്കായിരുന്നു അവളെ വാരിയെടുത്തത്. അപ്പോഴും അറബി അതായിരുന്നു വിചാരിച്ചത്. പക്ഷേ എന്തൊക്കെയോ സംഭവിച്ചു കഴിഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. നേരേതാ അവളെ ഡോക്ടറുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അതെ, അവൾ ബോധരഹിത തന്നെയാണ്. അവൾ ഉണരുന്നില്ല ആ ഒരു ഉറക്കത്തിൽ നിന്ന്. അവൾക്ക് എന്തു പറ്റി? മോളെ ഹംദ, ഒരു പക്ഷേ അജ്മലിൽ നിന്ന് അവളെ അകറ്റിയതിന് ശേഷമായിരിക്കും അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അതോ എളാമ വല്ലതും കൊടുത്തോ? അതും അറിയില്ല. എന്നും ശോകമുഖമായി ഉറങ്ങിക്കിടക്കുവാൻ വേണ്ടിയിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുത്തോ? അതും പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെ തന്നെയായാലും അതാ ഹംദ അബോധാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. പാവം അജ്മൽ ഇതൊന്നും അറിയുന്നില്ല. അവൻ യാത്രയിലുടനീളം ഓർത്തത് തൻ്റെ പ്രിയപ്പെട്ട ഹംദയായിരുന്നു. അവൻ നേരെ ചെന്നത് തൻ്റെ കൂട്ടുകാരൻ്റെ അരികിലേക്കായിരുന്നു, അറബിയമ്മയുടെ അരികിലേക്കല്ല. ഒരു പക്ഷേ അറബിയമ്മയുടെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അറബിയമ്മ ചോദിക്കും, ഹംദയുടെ സ്ഥിതി ഞാൻ എന്ത് പറയാനാ? അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സജീറിൻ്റെ അരികിലേക്കാണ് അവൻ പോയത്. ആദ്യം തന്നെ മുഹ്സിനിയുമായി കയറി വന്ന അവിടേക്ക് അവൻ തൻ്റെ കൂട്ടുകാരനെ കാത്തിരിക്കുന്നു. കൂട്ടുകാരൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അത് ട്യൂഷൻ സെൻറ്റർ, സ്കൂള് എന്നുള്ള രീതിയിലൊക്കെ വന്നതായിരുന്നു. ഇപ്പോൾ മനസ്സിനുള്ളിൽ തലക്കുള്ളിൽ ഒരുപാട് ഭാരമാണ്. റബ്ബേ, എൻ്റെ ഹംദയില്ലാതെ എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്താ ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല. അവൻ്റെ മനസ്സിൽ അതായിരുന്നു. പക്ഷേ ഒരു പട്ടിയെ പോലെയാണ് എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചത്. തൻ്റെ ശരീരത്തിലേറ്റ ആ ഒരു അടികൾ അതവനക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എന്തിൻ്റെ പേരിൽ എനിക്കറിയുന്നില്ല. ആ ഒരു കുട്ടിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ലാതെ ഒരിക്കൽ പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് നന്നായിട്ടറിയാം. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാത്തിരുന്നു. അവൻ വിളിച്ചില്ല. അതെ, അവൻ വരുന്നത് വരെ ആ ഒരു റൂമിൻ്റെ മുൻഭാഗത്ത് അവൻ ഇരുന്നു കരഞ്ഞുകൊണ്ട്. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും, തിരിച്ചു വരും. അതുതന്നെ
എന്നാൽ രാത്രിയായി തൻ്റെ കൂട്ടുകാരൻ തിരിച്ചെത്തുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച അതാ ആ ഒരു വാതിൽപ്പടിയിൽ തൻ്റെ കൂട്ടുകാരൻ. എടാ അജ്മൽ, എന്താ ഇത്? ഒരു മുന്നറിയിപ്പില്ലാതെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അല്ല അജ്മൽ, എന്താ പറ്റി നിനക്ക്? നിൻ്റെ മുഖക്കാകെ വീങ്ങിയിട്ടുണ്ടല്ലോ. കൈകാലുകളൊക്കെ ആകപ്പാടെ. ഇതെന്താ പറ്റിയത്? ഒന്നുമില്ലടാ, അറബി എന്നെ അടിച്ചതാണെന്നുള്ള കാര്യം അവൻ പറഞ്ഞില്ല. എന്തുകൊണ്ടോ അടി കിട്ടിയ പാടുവാണല്ലോ. ബെൽറ്റ് കൊണ്ട് കടിയിട്ട് നിനക്ക്? എവിടെ നിന്ന് സംഭവിച്ചത്? ആരെങ്കിലും ചെയ്തത് നിന്നെ? കൂട്ടുകാരൻ ബേജാറോടെ ചോദിക്കുന്നു. അതൊന്നുമില്ലടാ. അത് പറഞ്ഞതും അജ്മൽ കരയുകയായിരുന്നു. എന്താടാ, നിനക്ക് എന്തു പറ്റി? നീ നല്ല രീതിയിലാണ് കേട്ടോ അവിടെ നിന്ന് കയറി വന്നത്. നിനക്ക് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നീ വന്നത് ഇങ്ങോട്ട്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നീ ഏത് അടിമപ്പണിക്കാണ് നീ പോയത്? എന്ത് പണിക്കാണ് നീ പോയതടാ? സജീറേ, ഒന്നുമില്ലടാ. വാ, നീ വന്നേ അകത്തേക്ക്. അല്ല, ഒന്ന് ഫ്രഷ് ആയിക്കേ. നല്ല ചുടുവെള്ളം കൊണ്ട് ഞാൻ പിടിച്ചു തരാം. ശരീരത്തിലൊക്കെ ആകെ മുഖത്തൊക്കെ എന്താണത് വീങ്ങിക്കണല്ലോ. അപ്പോൾ തന്നെ തൻ്റെ കൂട്ടുകാരൻ തുണി നനച്ച് പിഴിഞ്ഞ് അജ്മലിൻ്റെ ശരീരത്തിലും പുറത്തുമെല്ലാം വെച്ച് കൊടുക്കുന്നു. എന്താടാ ഇത്? നല്ലോണം വീങ്ങിയിട്ടുണ്ടല്ലോ. ഇത് എന്ത് പറ്റി? എന്താ ഇത് പറ്റിയത്? എൻ്റെ റബ്ബേ, നിൻ്റെ ഉമ്മയൊന്നും കാണണ്ട കേട്ടോ. അല്ല, നീ എവിടെയായിരുന്നു? അറബിച്ചിയുടെ വീട്ടിലൊക്കെ, അറബിയമ്മയുടെ വീട്ടിൽ പോയത് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ നീ ഏതോ പുതിയ അറബിയുടെ വീട്ടിലേക്ക് പോയിരുന്നോ? നല്ല എന്തൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പിന്നെയാണെങ്കിൽ നമ്മൾ വലിയൊരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ല. അല്ല, എന്താ സംഭവിച്ചത്? ഇതെന്താ സംഭവിച്ചത്? അജ്മൽ, തെറ്റിദ്ധാരണയുടെ പേരിലാണടാ ഇതെനിക്ക്. എങ്ങനെ? നീ ആരെയാണ്? എവിടെയാണെന്ന്? ഞാൻ അറബി വീട്ടിലായിരുന്നു. അവിടെ ഒരു അറബിക്കൊരു പെണ്ണുണ്ട്, പെൺകുട്ടി. ആ പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. എന്നിട്ട് നീ എന്താ? അല്ല, അത് അവിടുത്തെ ആ കുട്ടിയുടെ തന്നെ ഇളാമ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിലാണ് ഇത് സംഭവിച്ചത്. അറബിക്ക് ആകെ ടെൻഷൻ കയറി എൻ്റെ നേരെയും വന്നു. അവളൊന്നും ചെയ്യരുതെന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയില്ല, അല്ലാഹു ആലം. ഒരു അറബി കുട്ടിയെ നോക്കാൻ നീ പോകണ്ട. നീ അന്തസ്സായി പഠിച്ച ജോലിയില്ല. നീ അന്തസ്സായി പഠിച്ചിട്ടുണ്ട്. നീ നല്ല ഇഷ്ടം പോലെ ഭയങ്കര സ്കോപ്പാണല്ലോ നിനക്ക് ഇവിടെ. നിനക്ക് പറഞ്ഞാൽ ഏത് കുട്ടികളായാലും വലിയ ആളുകളെ അതിനനുസരിച്ച് രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയണമല്ലേ? അതെടാ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്തേ ജോലി നോക്കുകയല്ല. അല്ല, നാട്ടിലൊന്ന് പോയി വരണ്ടേ? ഒരു മാസം നിന്ന് പോരുന്നാൽ അപ്പോഴേക്കും സെറ്റാക്കാം. സ്കൂളൊക്കെ തുറന്നില്ലേ? ഇവിടുത്തെ ഒരുപാട് ട്യൂഷൻ കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടോയെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? നീ ഇവിടെ നിൽക്കണം. ഇഷ്ടംപോലെ സ്റ്റാഫുകൾ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നീ ഇവിടെ നിൽക്കുമോ? അല്ലാതെ എന്താടാ ചെയ്യാം, ഞാൻ നിൽക്കാം. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഹംദയെ വിട്ട് പോകാൻ. എടാ, നീ എന്തീ പറയുന്നത്? ഹംദേ? നീ ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ഹംദ, അവളെൻ്റെ ഹൃദയത്തിലേക്ക് വല്ലാതെ കടന്നു പോയി. സജീറേ, ഞാൻ എന്ത് ചെയ്യും? ഹംദയോ? എൻ്റെ പൊന്നാര ചെക്ക, നീ എന്തൊക്കെയാ പറയുന്നത്? അത് അറബിയുടെ മകളാണ്. ബെസ്റ്റ്. നിനക്കെന്ത് ഭ്രാന്തുണ്ടോടാ? മലയാളി ചെക്കന്മാർ അറബി പെണ്ണിനെ പ്രേമിക്കേ? എന്താടാ നിനക്ക് എന്തിൻ്റെ കേടാ? സത്യം പറഞ്ഞ നീ എന്താണ്? അങ്ങനെയല്ലടാ, അങ്ങനെ ആയി തീർന്നു. എന്ത് ചെയ്യാൻ? അല്ല, എങ്ങനെ? എനിക്ക് അവളെ ട്രീറ്റ് ചെയ്യേണ്ട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാതെങ്ങ് എനിക്ക് അവളോടൊരു ഇഷ്ടം തോന്നി. എന്താ ഞാൻ ചെയ്യാം? പക്ഷെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലടാ. അവൻ്റെ ഇടറിയ സ്വരം കേട്ട് ശരിക്കും സജീർ അത്ഭുതപ്പെട്ടു. എൻ്റെ പൊന്നാര ചെക്ക, അറബി പെൺകുട്ടികളൊക്കെ നിന്നോട് കൂട്ടുകൂടുമല്ലോ. നീ മൊഞ്ചനല്ലേ അല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതൊന്നും അല്ലടാ, അവളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവളെ ചികിത്സിച്ചപ്പോൾ അവൾ എൻ്റെ ആരൊക്കെയോയി മാറി. ഞാൻ അവളുടെയും. നീ തെറ്റും ചെയ്തിട്ടില്ലല്ലോ? ഇല്ലടാ, സത്യമായിട്ടും. എന്തിന് എവിടെ വേണമെങ്കിലും അത് തെളിയിക്കാനും പറയാനും ഞാൻ തയ്യാറാണ്. എന്നാൽ നീ ഫ്രഷ് ചുടുവെള്ളം കൊണ്ട് ഇപ്പം കുറേ ക്ലിയർ ആയോ? നന്നായിട്ട് ചുടുവെള്ളത്തിൽ കുളിച്ച് ഞാൻ ഒഴിച്ചു തരണോ വെള്ളം? വേണ്ടടാ. അവൻ കുളിച്ച് അവൻ്റെ ഒരു ഡ്രസ്സ് മാറുവാൻ കൊടുത്തു. എന്നാ വാ, ഇരിക്ക്. നമ്മളെ പഴയ ഭക്ഷണം തന്നെ കേട്ടോ, ഹുബൂസ് മട്ടൻ. വാ, ഇത് ഞാൻ അവിടുന്ന് പാകിസ്ഥാൻ റൊട്ടി 2 വാങ്ങിയിട്ടുണ്ട്. നീ വരുന്നത് വിചാരിച്ചിട്ടില്ലല്ലോ.
നിനക്ക് എന്താ വേണ്ടത് കഴിക്കാം. മട്ടൻ കുറുമയിൽ ആ ഒരു പാകിസ്ഥാൻ റൊട്ടി അവൻ മുക്കി കഴിച്ചപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയായിരുന്നു. അല്ല അജ്മൽ, എന്ത് നിനക്ക് പറ്റിയത്? നീ എന്തെങ്ങനെ കരയുന്നത്? എടാ ഹംദേ, അവർ കൊല്ലും. എനിക്ക് എന്താണ് നീ പറയുന്നത്? സ്വന്തം വീട്ടിലത്തെ കുട്ടിയെ കൊല്ലേ? അതേടാ, ഒന്നിനും മടിക്കാത്തവരാണ് ആ സ്ത്രീ. ഏത് സ്ത്രീയാണ് നീ പറയുന്നത്? അവിടുത്തെ അറബിയുടെ രണ്ടാം ഭാര്യ. അവളെ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അവളുടെ പേരിലുള്ള സ്വത്ത് ലഭിക്കാനോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പിന്നെ ആ കുട്ടി തളർന്ന കുട്ടിയായിപ്പോയി. എന്ത് ചെയ്യാൻ? അതിൻ്റെ പിന്നിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയുന്നില്ലടാ. സത്യമായിട്ടും ആ കുട്ടി അവർ കൊല്ലും, അതെനിക്ക് ഉറപ്പുണ്ട്. എടാ, നീ അറബിയമ്മയോട് കാര്യങ്ങൾ പറഞ്ഞോ? അറബിയമ്മയോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ അറബിയമ്മയെ അന്ന് വന്നിട്ട് പോലും ഞാൻ നോക്കിക്കോളാം, അതെൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടുപോയി. പിന്നെ ഇപ്പോൾ അറബിയമ്മ എന്ത് ചെയ്യും? സ്വന്തം ഉപ്പയാണ്, സ്വന്തം ഉപ്പയുടെ ഭാര്യയാണ്. കാരണം ഏറ്റവും അവകാശം കുട്ടിയെ എടുക്കാൻ അവർക്ക് തന്നെയല്ലേ. അതുകൊണ്ട് അറബിയമ്മക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ, നീതിപരമായിട്ട് നോക്കുകയാണെങ്കിൽ, നിയമപരമായിട്ട് നോക്കുകയാണെങ്കിലും തികച്ചും ഉപ്പയുടെയും എളാമ്മയുടെയും കൂടെ തന്നെ പോകുമായിരിക്കും അവർ ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തപ്പോൾ ചെയ്യുക? അല്ല, കുട്ടിയുടെ സ്ഥിതി ഇപ്പോൾ എന്താണെന്ന് അറിയില്ലടാ, ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നല്ലാതെ അവളെ കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല, സത്യമായിട്ടും. പക്ഷേ ഹംദ എൻ്റെ നെഞ്ചിൽ കയറിപ്പോയിടാ. ഞാൻ എന്താ ചെയ്യുക? അവൾ അറബി പെൺകുട്ടിയാണ്. പക്ഷേ അറബി ആയാലും മലയാളി ആയാലും മനസ്സിൻ്റെ സ്നേഹമല്ലേ വലുത്. അതും ശരി തന്നെയാണ്. അല്ല, നീ ഇടിയുള്ള പരിപാടിയാണ്. പിന്നെ പൊന്നുമോനെ, തലപോണ കേസാണ് കേട്ടോ. ഈ വേറെ പരിപാടി നീ നോക്ക്. ഈ അന്തയാണെങ്കിലും കുന്തയാണെങ്കിലും വേണ്ടില്ല, അങ്ങോട്ട് മറന്നേക്ക്. എടാ, അത് പറയരുത്. അവൾക്ക് ആരുമില്ലടാ, അവൾക്ക് ആരുമില്ല. അവൾ ജീവിക്കാൻ സമ്മതിക്കില്ല. അവർ ഉറപ്പാണ് സമ്മതിക്കില്ലടാ. അതിനു മുമ്പായിട്ട് എനിക്ക് അവളെ... എന്താ അജ്മൽ നീ പറയുന്നത്? എന്താ നീ പറയുന്നത്? എനിക്ക് അവളെ രക്ഷിക്കണം. എൻ്റെ ഉമ്മയുടെ അരികിലേക്കെങ്കിലും അവളെ കൊണ്ടുപോകണം. എനിക്ക് എൻ്റെ ഉമ്മ നോക്കിക്കോളും, ആർക്കും കഴിയില്ലെങ്കിൽ. എടാ, അറബിയമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞാലും അതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത്രക്കും ശക്തമായാണ് അവളെ കൊണ്ടുപോയത് അറബിച്ച്. അതിൽ കൈകടത്താൻ നമ്മുടെ അറബിയമ്മക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് അവർ മൗനം പാലിച്ചത്. എങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ ഹംദയെ വിശദമായി ചെക്ക് ചെയ്യുകയാണ് ഡോക്ടേഴ്സ്. അവളുടെ ബ്ലഡ്, യൂറിൻ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് അറബി നിർദ്ദേശിച്ചത്. എന്തൊക്കെയായിരിക്കും അതിലുള്ള റിസൾട്ട്? അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അതിലറിയും ആ പിതാവ് വിറക്കുകയായിരുന്നു. റബ്ബേ, കല്യാണം കഴിയാത്ത എൻ്റെ പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള വാക്ക് അത് കേൾക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ല. എൻ്റെ കൈകാലുകൾ തളരുന്നു. അദ്ദേഹം മൊത്തത്തിൽ വിഷാദമായി നിൽക്കുകയാണ്. പെട്ടെന്നതാ ഹംദയുടെ കൂടെയുള്ളവരാരാണ്? വരൂട്ടോ. അദ്ദേഹം ഞെട്ടിത്തെരിച്ചു പോയി, വിയർക്കുന്നു. AC റൂമിലാണെങ്കിലും വിയർക്കുന്നുണ്ട് വല്ലാതെ. കൈകാലുകൾ തളരുന്നു. തൻ്റെ മകളുടെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ റിസൾട്ടാണ് ഇതാ എന്നെ വിളിച്ച് പറയുവാൻ വേണ്ടി പോകുന്നത്. അറബി ആകെ മാനം കെടുമോ, തകർന്നു പോകുമോ എനിക്കറിയുന്നില്ല. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യോ അറിയുന്നില്ല. അവൾ ഗർഭിണിയാണ് എന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ മാനം നഷ്ടപ്പെടും. എന്നെ എന്നേക്കും ഒരു കരുവാക്കാൻ എൻ്റെ രണ്ടാം ഭാര്യ അതിനു വേണ്ടി തുനിയും, അത് ഉറപ്പാണ്. അല്ലാ, ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡോക്ടർ, ഹംദയുടെ പിതാവല്ലേ, ഇരിക്കൂട്ടോ. ഹംദക്ക് എന്തു പറ്റി? ഹംദയുടെ റിസൾട്ടുകളൊക്കെ നോക്കുമ്പോഴും നമുക്ക് മൊത്തത്തിൽ ഹംദ വിവാഹിതയാണോ? അത് കേട്ടതും അറബി ശരിക്കും ഞെട്ടിപ്പോയി. യാ അല്ലാ. അറബി എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു. എന്ത് പറയണം? ഒരു പക്ഷേ അവൾ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞാൽ അതും തെറ്റ്. അതല്ല, കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ മാനക്കേട്.
യാ അല്ലാ, ഞാൻ എന്ത് പറയും എനിക്കറിയുന്നില്ല. അതെ, ഹംദയുടെ ഉപ്പയോടാണ് ചോദ്യം. ഹംദ വിവാഹിതയാണോ? അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഞെട്ടിത്തെറിച്ചു കഴിഞ്ഞു. എന്തായിരിക്കും അറബി ഉത്തരം പറയുക? എന്തായിരിക്കും ഡോക്ടർ അതിനുള്ള മറുപടി പറയുക? അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം നന്നായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറി കേൾക്കുമ്പോൾ മടുപ്പ് തോന്നിയിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം. ഇൻഷാ അല്ലാ, അള്ളാഹു നമുക്ക് നൽകുന്ന അസുഖങ്ങളല്ലേ അല്ലേ, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദോഷങ്ങളും പൊറുക്കാനുള്ള കാരണമാക്കുന്നതാണല്ലോ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരട്ടെ, എല്ലാവരുടെയും അസുഖങ്ങൾ ഷിഫിയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.